ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മളിതാ ഇന്ന് നാത്തൂൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗായ്സ്. പറ്റുന്ന സൺഡേയിലൊക്കെ നമ്മൾ നാത്തൂനെ കാണാനായിട്ട് പോവാറുണ്ട്. ഇന്ന് പക്ഷേ അനിയത്തി കുഞ്ഞും ഇല്ല. അനിയൻ പോയി, അനിയൻ ബ്രസീലിലാണ്, അവൻ പോയി. പിന്നെ അനിയത്തിയും മോനും അങ്ങ് അനിയത്തിയുടെ വീട്ടിലാണ്, പാരിപ്പള്ളിയിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ് വെക്കേഷനായിട്ട്. പോകുന്ന വഴി നല്ല അടിപൊളി ഐറ്റംസ് ഉപ്പിലിട്ട് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഇറങ്ങി രേവതിക്കും മേടിക്കാം, അതായത് നിൻ്റെ നാത്തൂനും മേടിക്കാമെന്ന് നമ്മൾ ഇറങ്ങിയതാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ നമ്മൾ സാധാരണ നമ്മളെ ഒറിജിനൽ നമ്മൾ പഴിപ്പിച്ച മാങ്ങയല്ല, ഇത് വരവ് മാങ്ങയാണ്, അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പൈനാപ്പിളും നെല്ലിക്കയും കാരക്കയും മേടിച്ചു. അതും വാങ്ങിച്ചിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ നേരെ പോകുന്നത് നാത്തൂനെ കാണാനാണ്. എൻ്റെ നാത്തൂ വന്നതിന് ശേഷം ചേച്ചി അവളെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ചേച്ചീനെയും കൂടെ എടുത്തുകൊണ്ട് പോകാമെന്ന് എഴുതിയിട്ട് പോകുന്ന വഴിക്ക് പിന്നെ കരിക്ക് മേടിക്കാൻ കയറി. എല്ലാ പ്രാവശ്യവും നമ്മൾ പോകുമ്പോഴും നാത്തൂന് കരിക്ക് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. നല്ല അടിപൊളി മധുരം ഗായ്സ്. പക്ഷെ ഇതിനകത്ത് സാധനം ഇല്ല. ഇതെനിക്ക് കുടിച്ച് തീർത്തിട്ടാണ് ഇതെനിക്ക് തന്നത് കുടിക്കാനായിട്ട്. കണ്ട എങ്ങനെയുണ്ട്? കൊള്ളാമോ? നോക്കട്ടെ നോക്കട്ടെ. ഇതെണ്ണം മാറ്റി എന്നിട്ട് നല്ല കളി നോക്കി രണ്ടെണ്ണം വണ്ടിയിൽ കുടിക്കാനായിട്ട് കേട്ടെ. വഴുവലാണോ കുറ്റിയതാ? അപ്പം നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്. ടോമി നന്ദുട്ടി. ഹായ്, നല്ല മണം വരണേ, നല്ല മണം വരണേ. ചിക്കൻ പെരട്ടോ? ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ അമ്മയാണ് വെച്ചതെന്ന്. പക്ഷെ അല്ല, ഇത് ഇവിടുത്തെ അമ്മ വെച്ചതാണ്. ഈ വീഡിയോയിൽ കൊണ്ടിട്ട് അമ്മ ഒന്ന് ഇളക്കണതാണ് കേട്ടോ. എല്ലാവരും കൂടെ വളഞ്ഞിരുന്നാൽ കഴിച്ചേട്ടാ. എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, കിഴങ്ങുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മീനച്ചാറുണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും കൂട്ടി ആറഞ്ചാൻ പുറഞ്ചാൻ തിന്നേട്ടെ എല്ലാവരും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അമ്മ ഭയങ്കര കുക്കാണ് കേട്ടോ. നല്ല അതിന് പുറമേ നമ്മൾ വന്നതിൻ്റെ പുറകെ തന്നെ എൻ്റെ അച്ഛനും അമ്മച്ചിയും കൂടെ അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അവർ നമ്മളോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നേരത്തെ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ രണ്ട് മക്കളാണെങ്കിൽ അടിച്ച് മാറ്റി തിന്നളയും. അതുകൊണ്ട് ഞാൻ നേരത്തെ എന്നെ കിച്ചണിൽ പോയിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് രണ്ടും കൂട്ടിയാണ് ഞാൻ തിന്നത്. വേണ്ട, ഇവിടുത്തെ നന്ദുമാമനെ വിളിച്ചോണ്ട് വീടിൻ്റെ മുകളിൽ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. എവിടെ പോയാലും ഇതുങ്ങൾക്ക് ഇത് തന്നെ സ്വഭാവം. ഇതിന്റെ മണ്ടയിൽ നിന്നതാണ് പറിച്ചോണ്ട് വന്ന് കഴിക്കാനാണ്, കഴിക്കാനാണ് വരുന്നത്. ഇത് നിങ്ങൾ സാധനം കാണുക. ഇനി ഇവിടത്തെ വീട്ടിലെ അടുക്കള കുളമാക്കാനാണ് ഇവളുമാരുടെ ഉദ്ദേശം. ഇത്രയും വേണ്ട, ഇത്രയും മാങ്ങ വേണ്ട, അത് 1-2 കാണാൻ മതി. പുളിപ്പില്ല. പക്ഷേ അമ്മ പറയണത് പഴുക്കുമ്പോൾ നല്ല മധുരവും മണമാണെന്ന്. ഈ പിള്ളേരാണ്ടാ ഈ മാമനെ വിളിച്ചോണ്ട് പറിച്ചത്. മാമയോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ശാർക്കര അമ്പലത്തിലോട്ടാണ് കേട്ടോ. അമ്മമാർക്ക് ശാർക്കര അമ്പലത്തിലെ മേളയ്ക്കകത്ത് പോയേ പറ്റുള്ളൂ എന്ന് ഒരേ നിർബന്ധമായിരുന്നു. അങ്ങനെ എൻ്റെ നറങ്ങണീസ് പിള്ളേരെയൊക്കെ അവിടെ ആക്കി ഒതുക്കി, അവരെ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഒതുക്കിയിട്ട് ഞാനും അമ്മയും ചേച്ചിയും എൻ്റെ അമ്മയും കൂടി എവിടെ പോയി? ശാർക്കര പോയി. ഇതാണ് ശാർക്കര അമ്പലം. ഇവിടെ ഏകദേശം 2 മാസത്തോളം തന്നെ ഈ മേള കാണുമെന്നാണ് പറയണത്.
എല്ലാ മേളയിലും കാണുന്നത് കണക്ക് കണ്ടോ, നല്ല വർണ്ണശബളമായ മാലകൾ. ഈ മാലകൾ കാണുമ്പോഴത്തേക്ക് കൈയൊക്കെ ഇങ്ങനെ വിരിവിരാ വരും കേട്ടോ. അതിനെക്കാട്ടി അപ്പുറം വിരിവിരാ വരണ കാര്യം ഈ ഐറ്റംസാണ്. എൻ്റെ പൊന്നും, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ. ഏതെടുക്കട്ടെ കൺഫ്യൂഷനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് 1-2 കമ്മലൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരതാ തിരിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. യാത്ര പറയുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാ പ്രാവശ്യം എടുക്കുന്നതന്നെ. എൻ്റെ മക്കൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് കാറ് കയറി അപ്പോഴേ തുടങ്ങും വിശക്കണേ. അത് ജന്മനായ ഇവരങ്ങനെ തന്നെയായിരുന്നു. പറയാറായ സമയം തൊട്ടേ വിശക്കണേ. ഇവർക്ക് അപ്പം വേണ്ടത് മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റിലുള്ള എല്ലാ കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. മന്തി കടകളൊന്നും ഇല്ല. ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം ഒരു സ്ഥലത്ത് മന്തിയില്ല. ഭാഗ്യത്തിന് മന്തി കിട്ടിയില്ല. നമ്മൾ ഏകദേശം ആറ്റിങ്ങിലോട്ട് കടയ്ക്ക് വരെ വന്നായിരുന്നു മന്തിക്ക് വേണ്ടിയിട്ട്, പക്ഷേ മന്തി കിട്ടിയില്ല. നമ്മളങ്ങനെ നേരെ ചേച്ചിയുടെ വീട്ടിലിറക്കി. മന്തിക്ക് പകരം ചേച്ചി നല്ലൊരു ഇടിച്ചക്കയാണ് തന്നു വിട്ടത് കേട്ടോ. നല്ലൊരു റെസിപ്പിയും പറഞ്ഞു തന്നിട്ട് നമ്മൾ രാത്രി തന്നെ ഒരു ചെറിയൊരു ചക്ക അടത്ത് തന്നു. അതും കൊണ്ട് നേരെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ റെസിപ്പി, അതായത് ഇടിച്ചക്കയുടെ റെസിപ്പി ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കയറി കാണണം കേട്ടോ. പുതിയൊരു റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഗായ്സ്. നമ്മൾ ഇന്ന് അമ്മ ഉണ്ടാക്കിയായിരുന്നു. നല്ല അടിപൊളി സംഭവം എന്തായാലും കൊള്ളാം. നല്ല ഒരു ബീഫ് ഫ്രൈയും അങ്ങനെ ഇരിക്കും സംഭവം, കാണാനും തിന്നാനൊക്കെ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആ സാധനമായിട്ട് ഇങ്ങനെ ഇളക്കി കുഴച്ചങ്ങ് വാരി അടിച്ചാൽ മതി. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി കാണണം. പിന്നെ അവിടെ നിന്ന് ചെറിയൊരു ബൊഗെയിൻവില്ലയുടെ ചെറിയൊരു തണ്ടൊക്കെ ഒടിച്ചു തന്നതാണ്. പക്ഷേ പടർന്നു പോണ ബൊഗെയിൻവില്ലയാണ് കേട്ടോ. നല്ല അടിങ്ങി പൂക്കണതല്ല. എന്നാലും 2-3 ചേച്ചി അവിടെ നിന്ന് ഒടിച്ച് തന്നായിരുന്നു. വെറുതെയാണ് വീട്ടിൽ കൊണ്ടുപോയി വെച്ച പൊടിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇടിച്ചക്കയുടെ റെസിപ്പി ആരും കാണാതെ പോകരുത്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.